സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ മോചനം വീണ്ടും അനിശ്ചിതത്വത്തിലേക്കാണ്. കേസ് പരിഗണിക്കുന്നത് കോടതി വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് 8ാം തവണയാണ് കേസ് പരിഗണിക്കുന്നത് കോടതി മാറ്റിയത്. ഇനി എപ്പോഴാണ് കേസ് പരിഗണിക്കുക എന്നും വ്യക്തമല്ല. നേരത്തെ 7 തവണ കേസ് പരിഗണിച്ചപ്പോഴും വിവിധ കാരണങ്ങളാൽ മോചന കാര്യത്തിൽ തീരുമാനം നീളുകയായിരുന്നു. ഫെബ്രുവരി 2-നായിരുന്നു ഇതിനു മുൻപ് കേസ് പരിഗണിച്ചത്. റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതുണ്ടായിരുന്നെന്നായിരുന്നു അന്ന് കോടതി അറിയിച്ചത്. അതിനു മുൻപ് ജനുവരി 15-ന് കോടതി ഹർജി പരിഗണിച്ചെങ്കിലും സൂക്ഷ്മ പരിശോധനയ്ക്കും കൂടുതൽ പഠനത്തിനും സമയം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി കേസ് മാറ്റി. മരിക്കുന്നതിനു മുൻപ് മകനെ കാണണമെന്നതാണ് തൻ്റെ ഏക ആഗ്രഹമെന്ന് റഹീമിൻ്റെ മാതാവ് നേരത്തെ പറഞ്ഞിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സൗദി ബാലൻ അനസ് അൽ ഷാഹിരി കൊല്ലപ്പെട്ട കേസിൽ 2006 ഡിസംബറിലാണ് അബ്ദുൾ റഹീം ജയിലിലായത്. വധശിക്ഷ വിധിക്കപ്പെട്ട റഹീമിന് 34 കോടി രൂപ ദയാധനം കൈപ്പറ്റി കുടുംബം മാപ്പ് നൽകിയതോടെയാണ് മോചനത്തിന് വഴിതെളിഞ്ഞത്. 2006-ൽ ഡ്രൈവറായി ജോലി ലഭിച്ച് റിയാദിലെത്തിയ റഹീം 1 മാസം തികയും മുൻപാണ് കൊലപാതക കേസിൽ അകപ്പെട്ട് ജയിലിലാകുന്നത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ 18 വർഷമായാണ് റിയാദിലെ ഇസ്കാനിലെ ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം. 1.5 കോടി സൗദി റിയാൽ, അതായത് 34 കോടിയിലേറെ ഇന്ത്യൻ രൂപ ദയാധനം നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ കോടതി വധശിക്ഷ ഒഴിവാക്കിയിരുന്നു. പണം ഞങ്ങൾ തരും. പൊതു അവകാശപ്രകാരമുള്ള കേസിൽ തീർപ്പുണ്ടാവാത്തതിനാലാണ് മോചന ഉത്തരവ് നീളുന്നത്. ഇന്ന് ഓൺലൈനായി നടത്തിയ സിറ്റിംഗ് 1 മണിക്കൂറിലേറെ നീണ്ടു. പതിവ് പോലെ ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമും പ്രതിഭാഗം അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധിയും റിയാദ് നിയമസഹായ സമിതി പ്രവർത്തകരും പങ്കെടുത്തു. ഫെബ്രുവരി 2-നായിരുന്നു കഴിഞ്ഞ സിറ്റിംഗ്. ദയാധനം സ്വീകരിച്ച് വാദിഭാഗം മാപ്പ് നൽകിയതോടെ വധശിക്ഷ കോടതി 5 മാസം മുൻപ് ഒഴിവാക്കിയിരുന്നു. എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ തീർപ്പാവാത്തതാണ് ജയിലിൽ മോചനം നീളുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ചേർന്നാണ് ക്രൗഡ് ഫണ്ടിംഗ് വഴി ഈ പണം സമാഹരിച്ചത്. എന്നാൽ ഇതുവരെ മോചനം സാധ്യമാകാതെ ജയിലിൽ തന്നെ തുടരുകയാണ് റഹീം.